ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സമാധാനമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം ഡ്രോ ആകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്ത രീതിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡ്രോ ആവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിരുന്നു എന്ന് വേണം പറയാൻ. എനിവേ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് അവിടെ ജഡേജയും അതോടൊപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദറും കളിച്ചിട്ടുണ്ടായിരുന്ന അവസാന സമയത്ത്. ആൻഡ് ദെൻ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, മികച്ച രീതിയിൽ തന്നെയാണ് KL രാഹുലും അതോടൊപ്പം തന്നെ ഗില്ലും കളിച്ചിട്ടുണ്ടായിരുന്നത്. KL രാഹുൽ വെൽ ഡിസേർവ്ഡ് ആയിരുന്നു ആ ഒരു സെഞ്ചുറിക്ക് വേണ്ടി. പക്ഷേ 10 റൺസ് അകലെ ആ ഒരു സെഞ്ചുറി നഷ്ടമായി. സായി സുദർശൻ്റെയും ജയ്സ്വാളിൻ്റെ ആ ഒരു സഡൻ വിക്കറ്റ് ലോസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് മൊത്തം കൊളാപ്സായി പോകുന്നതാണ്. പക്ഷേ നന്നായിട്ട് തന്നെ അവിടെ KL രാഹുലും അതോടൊപ്പം തന്നെ ഗില്ലിയും കൂടി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ആദ്യ ഇന്നിങ്സിൽ ഒരുപാട് പഴികേട്ട വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയുടെ ആ ഒരു കൂട്ടുകെട്ട് 103 റൺസാണ് 238 ബോളിൽ നിന്നും വാഷിംഗ്ടൺ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം രവീന്ദ്ര ജഡേജ 185 ബോളിൽ നിന്ന് 107 റൺസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരം കൈവിട്ടു പോയി എന്ന് ഉറപ്പിച്ച രീതിയിലായിരുന്നു ഇന്നലത്തെ ദിവസം എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം ഒരു ലീഡായിരുന്നു അവിടെ ഇംഗ്ലണ്ട് ഉയർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലീഡിനെ മറികടക്കുക അല്ലെങ്കിൽ ഈ ഒരു വിക്കറ്റ് കളയാതെ ഹോൾഡ് ചെയ്യുക. ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ബോൾ ചെയ്ത ആ ഒരു രീതി കണ്ടാൽ അറിയാം നമ്മൾ ഈ ഒരു മത്സരം ജയിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ ഡ്രോ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും 2 വിക്കറ്റ് ലോസ് ചെയ്തിട്ടാണ് ഇന്ത്യ ഇവിടെ കരകയറി വന്നിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും ബോളിംഗ് സൈഡിനെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആനയും എലിയും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. കാരണം എഫേർട്ട് ഇടുന്നതിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇതേ ബാറ്റിംഗ് ട്രാക്കിലാണ് അവിടെ ഇംഗ്ലണ്ട് അത്രയും സ്കോർ ചെയ്ത് അല്ലെങ്കിൽ പിടിച്ച് നിന്ന് അത്രയും സ്കോർ കൊണ്ടുവന്നത്. തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യക്ക് ആ 2 വിക്കറ്റ് ലോസ് ആയിട്ടും പിന്നീട് ബാറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വേറൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ആദ്യ ഇന്നിങ്സിൽ ആ ഒരു സഡൻ വിക്കറ്റ് ലോസും ഉണ്ടായത് വലിയ പണി തന്നെയായി. കാരണം ആർക്കും തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. വിക്കറ്റുകൾ പോകുന്നു, ചെറിയൊരു ടാർഗറ്റ് വരുന്നു, ദെൻ ഇംഗ്ലണ്ട് സ്കോർ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. എന്തായാലും മത്സരം തോക്കുന്ന രീതിയിൽ നിന്നും മത്സരം ഡ്രോ പിടിപ്പിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി പലരും ചോദിച്ച കയ്യെ ഡ്രോ ആണെന്ന്. ആക്ച്വലി ടെസ്റ്റിൽ ഡ്രോയുടെ വില എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഈ ഒരു ഡ്രോ വളരെയധികം വില കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ 11 ചേഞ്ചുകൾ ഉണ്ടാകും നമുക്കറിയാം, പന്തിൻ്റെ ഇഞ്ചുറിയൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം കൊണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അടുത്ത മത്സരത്തിൽ എന്താണ് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ ഭയങ്കര സന്തോഷമാണ് മത്സരം ഡ്രോ ആയത്.